ऐसे चली आंचल उठे दिल में का तूफान उठे. ഇത് എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻസ് വാങ്ങി തന്ന ഒരു പാട്ടായിരുന്നു. കാരണം ആ സമയത്ത് നസ്രിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അനുപമ ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. സോ അങ്ങനെ കുറെ പേരിലേക്ക് എത്തിച്ച ഒരു എപ്പിസോഡായിരുന്നു. മലയാളി ആകുമ്പോ ചില വേർഡ്സിന് നമുക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല. പക്ഷെ അമൃതയ്ക്ക് അങ്ങനെ ആർക്കും പിടികിട്ടൊന്നുമില്ല. മാക്സിമം കണ്ടസ്റ്റൻസിന്റെ അടുത്ത് എല്ലാം ചോദിക്കും, നമ്മുടെ ടീമിന്റെ അടുത്തൊക്കെ ചോദിക്കും ഇങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ കുറെയൊക്കെ നമ്മൾ എത്ര ചോദിച്ച് മനസ്സിലാക്കിയാലും ആ മൊമെന്റിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ടാണല്ലോ പാടുന്നത്. അപ്പൊ ചിലതൊക്കെ അങ്ങനെ ചില മിസ്റ്റേക്സുകൾ വരും. പക്ഷെ മാക്സിമം ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഇപ്പൊ ChatGPT എടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും ഫുൾ ആ ലിറിക്സിന്റെ മീനിങ് പഠിക്കും. അപ്പൊ ആ ലിറിക്സിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് പാടാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ കാണുന്ന ഈ എപ്പിസോഡിന്റെ പുറകില് എന്തോരം ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സീൻ പരിപാടികൾ നടക്കുന്നുണ്ട്. ഫുൾ ഡേ ഷൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ പിറ്റേ ദിവസം നമുക്കൊരു ഉച്ച വരെ ചിലപ്പോൾ ഉറങ്ങാൻ കിട്ടും. അത് കഴിയുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും നമുക്കൊരു മീറ്റിംഗ് വിളിക്കും. അപ്പൊ അടുത്ത ആഴ്ച ഇന്ന ഗസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളൊരു സംഭവം പറയും. അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അവർ തന്നെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു സാധനം ചിലപ്പോൾ തരും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പാട്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗസ്റ്റ് മാറുമ്പോഴും മാറും, അല്ലാണ്ടും മാറാം. ചിലപ്പോൾ വേറെ ആൾക്കാർ പാട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഓക്കെ ആ പാട്ട് ലോക്കായി. എന്നിട്ട് പിന്നെ ബാൻഡ് റിഹേഴ്സൽ ഉണ്ടാവും. ഫസ്റ്റ് ഡേ ബാൻഡ് റിഹേഴ്സൽ ഉണ്ടാവും. ദെൻ ടെക്നിക്കൽ ഷൂട്ട്. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡേ ഉണ്ടാവും. ടെസ്റ്റിംഗ് ഡേ ഉണ്ടാവും. പിന്നെ ഷൂട്ട്.